والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനാ കർമ്മങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജ്ഫാൻ മിൻ അഹ്ലിൻ നാർ ലം അറഹുഹു. നരകത്തിലെ രണ്ട് വിഭാഗങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹിൻ നാസ്. ഒരു വിഭാഗം അവരുടെ കയ്യിൽ പശുക്കളുടെ വാലുകൾ പോലെയുള്ള ചാട്ടവാറുകളുണ്ട്. യദ്രിബൂന ബിഹിൻ നാസ്, അവർ ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നവരാണ്. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചവരാണ്, എന്നാൽ അവരെ കണ്ടാൽ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ്. അഥവാ സ്വയം വഴിതെറ്റിയവരും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവരുമായ സ്ത്രീകൾ. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും, അഥവാ ഇങ്ങനെ പൊത്തി നിൽക്കുന്ന രൂപത്തിലായിരിക്കും. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹാ, അവൾക്ക് ആ സ്വർഗ്ഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, ആ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത് വിശാലമായി അടിച്ചു വീശുന്നതാണ്, എന്നാലും ആ വിഭാഗം സ്ത്രീകൾക്ക് അത് ലഭിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. രണ്ട് വിഭാഗം ആളുകളെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന്, ആളുകളെ വെറുതെ ദ്രോഹിക്കുന്ന ആളുകൾ. ഇപ്പൊ ഭരണാധികാരികളാണെങ്കിലും തന്റെ പ്രജകളെ അന്യായമായി കൊണ്ട് ദ്രോഹിക്കുവാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം ഈ ഒരു ആധുനിക കാലഘട്ടത്തിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും എത്ര പ്രകടമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ വിഷയമാണ് കുറച്ചൊക്കെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അഹ്ലീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഈ രൂപത്തിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്വർഗത്തിന്റെ വിശാലതയെയും നരകത്തിന്റെ ഭീകരതയെയും കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചവരും എന്നാൽ അതിനുള്ള നന്ദി കാണിക്കുന്നതിൽ കുറവ് വരുന്നവരുമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലാത്ത അഥവാ ഇവിടെ വരാനിരിക്കുന്ന വന്നതായിട്ടുള്ള ഈ രണ്ട് വിഭാഗക്കാരെ നാം ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുക. അതിലേക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വകയായ നമ്മൾ കൊടുക്കുക. നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഈ രൂപത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ഉണർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളെയും കൃത്യമായി ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.